അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ധാരാളം ആളുകൾക്ക് ജോലിയുടെ പ്രയാസത്തിന്റെ പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ജോലി പെട്ടെന്ന് റെഡിയാവാൻ, ജോലി ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ജോലി റെഡിയാവാൻ, ഉള്ള ആളുകൾക്ക് അതിൽ സാലറി വർദ്ധിപ്പിച്ച് കിട്ടാൻ, ജോലിയിൽ ഒരു ഹൈർ ലഭിക്കാൻ, ജോലിയിൽ റാഹത്തുണ്ടാകാൻ, എല്ലാ കാര്യങ്ങളും ജോലി പ്രയാസങ്ങൾ നീങ്ങാൻ, ജോലിയുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഒരു റാഹത്ത് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞിരുന്നു 12,000 ബിസ്മിയുടെ അമല്. അത് ധാരാളം ആളുകൾ അത് ചെയ്യുകയും അത് ഏറ്റെടുക്കുകയും ധാരാളം ആളുകൾ എണ്ണിയാൽ തീരാത്തത്രയും ആളുകൾ ആ വീഡിയോ കാണുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ അമലിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. തന്റെ മകൻക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് തന്നെ വേണ്ടി സ്വയം ഏറ്റെടുക്കുന്ന ആളുകള്, മക്കൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ആളുകള്, ഭർത്താവിന് വേണ്ടി ഏറ്റെടുക്കുന്ന ആളുകള്, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾക്ക് വേണ്ടി 12,000 ബിസ്മി ചൊല്ലി തീർത്ത ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ ധാരാളം. കമന്റ് ബോക്സിൽ ആ ജോലിയുടെ വീഡിയോ ഇൻഷാ അല്ലാഹ് കാണാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഷാ അല്ലാഹ് പിൻ ചെയ്തു വെക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോസുകൾ കണ്ട് അമലുകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം ആളുകൾ ആ വീഡിയോ സ്വീകരിക്കുകയും ആ അമലുകൾ സ്വീകരിക്കുകയും തന്റെ മകൻക്ക് വേണ്ടിയാണെങ്കിലും തന്റെ ഭർത്താവിന് വേണ്ടിയാണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും സ്വീകരിച്ച് ചൊല്ലി തീർത്ത ആളുകൾ, ചൊല്ലിയിട്ട് വീഡിയോ ഇൻഷാ അല്ലാഹ് കണ്ട് അമല് സ്വീകരിച്ച് അത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലി മകൻക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അതിന്റെ കാര്യങ്ങള് നിർവഹിച്ച ആളുകൾ, സലാമത്തായ ആളുകൾ, ജോലി റെഡിയായ ആളുകൾ, പ്രയാസങ്ങൾ മാറിയ ആളുകൾ, തടസ്സങ്ങൾ നീങ്ങിയ ആളുകൾ, ധാരാളം ആളുകൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ആ വീഡിയോസ് കണ്ട് തങ്ങളെ ജോലി റെഡിയായി. ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം, ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് തങ്ങളെ ജോലി റെഡിയായി 12,000 ബിസ്മി ഞാൻ ചൊല്ലി തീർത്ത് മകന്റെ ജോലി റെഡിയായി. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോസിൽ ഓരോ ആളുകൾ മെസ്സേജ് അയച്ച് ഞാൻ വായിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കുന്നില്ല, കാരണം സമയം ദീർഘിപ്പിച്ചു പോവോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്, വീഡിയോയുടെ ലെങ്ത് കൂടുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. വായിക്കുകയാണെങ്കിൽ ധാരാളം വായിക്കാനുണ്ട്. വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ, ജോലി റെഡിയായത്, കമന്റ് ബോക്സിൽ വന്നത്, സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞ ആളുകൾ, ജോലി റെഡിയായി, മകന്റെ ജോലി റെഡിയായി തങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ, അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ആളുകൾ ഈ 12,000 ബിസ്മി ചൊല്ലുകയും അതിന്റെ അമല് സ്വീകരിക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ആളുകൾ, 12,000 അമല് 12,000 ബിസ്മി പൂർത്തിയാക്കി തങ്ങളെ
ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എല്ലാവരും പറയുന്നത് ദുആ ചെയ്യണം തങ്ങളെ. ഞങ്ങൾ 12,000 ബിസ്മി പൂർത്തിയാക്കി, 12,000 ബിസ്മി ഞങ്ങൾ പൂർത്തിയാക്കി. മകന്റെ പേരിൽ തങ്ങളെ ദുആ ചെയ്യണം. മകൻക്ക് നല്ല ഖൈറായ ജോലി ലഭിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. ഭർത്താവിന് ഖൈറായ ജോലി ലഭിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. രോഗങ്ങൾ ശിഫയാവാൻ തങ്ങളെ 12,000 ബിസ്മി ചൊല്ലി തങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 12,000 ധാരാളം മുറാദുകൾ, ഹലാലായ മുറാദുകൾ മനസ്സിൽ കരുതി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കാണുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ ദുആയിൽ പങ്കെടുക്കുകയും ആമീൻ പറയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ പ്രയാസങ്ങളും നമ്മൾ മനസ്സിൽ കാണുക. നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലിങ്ങനെ വെച്ചോ, മനസ്സിൽ വെക്ക്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന സമയത്ത് ഹലാലായ എല്ലാ മുറാദുകളും നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്, ദുആ ചെയ്യുന്നത് ഈ സയ്യിദിയ മജ്ലിസിൽ നിന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുൽ ലൈലി പാപ്പയുടെ നോട്ടവും കാവലിലും അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് നടന്നു പോകുന്നതും. ഇതിന്റെ ഉയർച്ചയും വളർച്ചയുമെല്ലാം അല്ലാഹു ദറജനി ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ദറജനി ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ദറജനി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടത്തേക്ക് നേർച്ചകൾ ചെയ്ത ആളുകൾ അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു 33 അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലി ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനിയൊരു 11 പ്രാവശ്യം, ഇനിയൊരു 11 പ്രാവശ്യം, കുറച്ച് കൂടുതലൊന്നുമില്ല. ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ണോടിക്ക് ഇൻഷാ അല്ലാഹ് കണ്ണടച്ചുകൊണ്ട് റൗള ശരീഫിലേക്ക് നമ്മൾ എത്തുക. കണ്ണടച്ചുകൊണ്ട് മനസ്സുകൊണ്ടും റൗള ശരീഫിലേക്ക് ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം
ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളൊക്കെ 12,000 ബിസ്മിയാണ് നമ്മൾ മുൻനിർത്തുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലിയ സ്വലാത്തിനെയാണ് മുൻനിർത്തുന്നത്. നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിനെയാണ് നമ്മൾ മുൻനിർത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, നീ ഉത്തരം നൽകണേ അല്ലാഹ്, നീ ഉത്തരം നൽകണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം, ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുഖാഫിഉ മസീദാ. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مضل يا الله، يا سميع يا الله، يا سميع يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സലഫ് സ്വാലിഹീങ്ങൾ ആബിദീങ്ങൾ മുസന്നിഫീങ്ങൾ മുഫസ്സിരീങ്ങൾ മൺമറഞ്ഞു പോയല്ലോ നിന്റെ ഔലിയാക്കൾ, ഇവരുടെയൊക്കെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, ഞങ്ങളെ തേട്ടങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്,
ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തടിയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഓരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാഹുവേ, ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമാലുകൾ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും കൂടുതലായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലാഹ് നിന്റെ ആഖിറത്തിന്റെ കാര്യമാണ് അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഖിറ വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ആമീൻ പറയുന്ന ആളുകൾക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ സലാമത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ബിസ്മിയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും വിളിച്ചറിയിക്കുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവയുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ബിസ്മി ചൊല്ലിയതിന്റെ കാരണത്താൽ അവർ ധാരാളം മുറാദുകൾ ഹാസിലാവാനാണ് അല്ലാഹ് ബിസ്മി നേർച്ചയാക്കി ചൊല്ലിയത്, ചൊല്ലി തീർത്തത് തമ്പുരാനെ. അല്ലാഹുവയുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. മകനക്ക് ജോലിയില്ല തങ്ങളെ, ജോലി റെഡിയാവാൻ വേണ്ടി ഞാൻ ബിസ്മി നേർച്ചയാക്കി ചൊല്ലി തീർത്ത് തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, മകൻക്ക് റാഹത്തായ ജോലി കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ ജോലി കൊടുക്കണേ അല്ലാഹ്. നിന്റെ അല്ലാഹുവേ, നിന്റെ ഖജനാ വിശാലമാണ് അല്ലാഹ്, അതിൽ നിന്ന് അവർക്ക് നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന് വേണ്ടി തങ്ങളെ ഞാൻ ചൊല്ലി തീർത്തു, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ഭർത്താവിന് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. എനിക്ക് വേണ്ടി തങ്ങളെ ഞാൻ ചൊല്ലി തീർത്തെന്ന് പറയുന്ന ആളുകളുണ്ട്. സ്വന്തമായി കാര്യങ്ങൾ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ചൊല്ലി തീർത്ത ആളുകൾ, അല്ലാഹുവേ അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ തങ്ങളെ ഞാൻ ചൊല്ലി ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ ബർക്കത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി
പാടി തങ്ങളെ ഞാൻ ചൊല്ലി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ, ഞങ്ങളെ ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരല്ലോ ഹോസ്പിറ്റലിലാണ്, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ അതിൽ നിന്ന് രക്ഷ കൊടുക്കണേ അല്ലാ, നീ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, എപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ, മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത ആളുകൾ ഇത്തരം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വീട്ടിലാണ് അല്ലാ, നീ പരിപൂർണ സലാമത്ത് കൊടുക്കണേ അല്ലാ, പരിപൂർണ രക്ഷ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ഊരവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. കാലുവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ, നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. അത്തരം രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. അത്തരം രോഗങ്ങളുടെ ആണ് ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ നീ കരിച്ച് കളയണേ അല്ലാ, നീ കരിച്ച് കളയണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, തലവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ കിടപ്പിൽ യൂറിക് ആസിഡ് വന്ന് കിടപ്പിൽ സഞ്ചാരമുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ പൂർണ്ണ കാഴ്ച നീ കൊടുക്കണേ അല്ലാ, കാഴ്ച ശക്തി നീ തിരിച്ച് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സമുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അത്തരം രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ, പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥയിൽ അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ തമ്പുരാനെ. മക്കള് പറയും ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല തമ്പുരാൻ. അർഹമുർ റഹീമീനായ അല്ലാ, അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാൻ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികൾ ഈ 12,000 ബിസ്മി ചൊല്ലി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല അല്ലാ, നീ ആക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, നീ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ. അവരെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ. ഞങ്ങളുമായി സ്നേഹിക്കുന്നവരാണ്, അഭേദ്യമായ ബന്ധമുള്ളവരുണ്ട്. എന്തു പ്രയാസമുണ്ടെങ്കിലും ഞങ്ങളുമായി വിളിക്കുന്ന ആളുകൾ, ബന്ധപ്പെടുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുന്ന പ്രവാസികൾ അല്ലാഹുവേ അവരെ കൊയക്കല്ലോ അല്ലാ, അവരെ ബുദ്ധിമുട്ടിലാക്കല്ലോ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാ.
അല്ലാഹു അർഹമുർ റഹീമീനായ അല്ലാഹ് എൻ്റെ ദ്വീപ് നിവാസികൾ അല്ലാഹു ഇവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് അല്ലാഹ്, കളങ്കമില്ലാത്തവരാണ് തമ്പുരാനെ. അല്ലാഹു ഇവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാഹ്, ബലാകൾ കൊടുക്കല്ലോ അല്ലാഹ്, മുസീബത്തുകൾ കൊടുക്കല്ലോ അല്ലാഹ്, ഇടങ്ങേറുകൾ കൊടുക്കല്ലോ അല്ലാഹ്. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹുവേ അവർക്ക് മാറ്റി സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് അവരെ കാക്കണേ അല്ലാഹ്, മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, വീഡിയോസുകൾ കാണുന്ന ആളുകളുണ്ട്, ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്, അമലുകൾ പറയുമ്പോൾ ഹൃദയം ചേർത്ത് വെച്ച് അതിനെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ഹൈറ് കൊടുക്കണേ അല്ലാഹ്, ഹൈറ് കൊടുക്കണേ അല്ലാഹ്. എന്ത് മുറാദ് വെച്ചാണോ അവർ അമലുകൾ സ്വീകരിക്കുന്ന അല്ലാഹുവേ അവിടെ ഹലാലായ മുറാദുകൾ നീ ഹാസിനാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുവേ ഈമാനോട് കൂടിയുള്ള മൗത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ തമ്പുരാനെ. ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്കൊരു കുഞ്ഞിക്കാല് കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ 12,000 ബിസ്മി ചൊല്ലിയ ആളുകളുണ്ട്. അല്ലാഹുവേ അതിന്റെ ഹഖ് ജാബർക്കത്ത് കൊണ്ട് ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വാലിഹായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, അടുപ്പിക്കണേ തമ്പുരാനെ. അവരുമൊത്ത് കുടുംബമൊത്ത് റാഹത്തായി ജീവിക്കാൻ അവർക്ക് നീ ഭാഗ്യവും തൗഫീഖും കൊടുക്കണേ അല്ലാഹ്. വീടില്ല തങ്ങളെ ഞാൻ 12,000 ബിസ്മി ചൊല്ലി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മഴ വന്നാൽ ചോർന്നൊലിക്കുകയാണ്, വെയിൽ വന്നാൽ പ്രയാസമാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ ഒരു കൂര അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കോട്ടേഴ്സിൽ ഇരുന്ന് തങ്ങളെ വാടക കൊടുത്തു കുടുങ്ങി എന്ന് പറയുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്കൊരു മസ്കന്, റാഹത്തായ മസ്കന് അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാൻ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി, അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. ഞങ്ങളെ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്, നീ വിശാലത നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുകിത്തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിലേക്ക് സംഭാവന ചെയ്യുന്നവര്, ഞങ്ങളെ മജ്ലിസിനെ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട്
സ്നേഹിക്കുന്നവർ, ഇവിടുത്തെ അമലുകൾ സ്വീകരിക്കുന്ന അല്ലാഹുവേ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അവരെ കൊയക്കല്ല അല്ലാ, അവരെ കൊയക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ സലാമുൻ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.